ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രിസൺ എസ്കേപ്പിംഗ് ആയിട്ടാണ് ഗൈസ്. നമ്മൾ കുഴിക്കുന്നത് പ്രിസൺ എസ്കേപ്പ് ആകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കത്ത് വന്നിരിപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു കത്ത്. ദെയർ ഈസ് എ ഓപ്പണൻറ്റ് സബ്വേ ടണൽ അണ്ടർ ദ പ്രിസൺ. ഓൾ യു ഹാവ് ടു എസ്കേപ്പ്. MB അയച്ചേക്കുന്ന ഒരു കത്താണ് ഗൈസ്. ഞാൻ നോക്കിയിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടി പതിയെ വായിച്ചാണ് ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് വായിച്ചതാണ്. പക്ഷേ ഞാൻ അറിയാതെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് പോയി എടുത്ത് വെക്കുന്നു. ഞാനിത് കണ്ടിട്ടുണ്ട് ഗൈസ്. GTA വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിങ്ങനെ അടിച്ചടിച്ച് പൊട്ടിക്കണം എന്നെല്ലാം എനിക്കറിയാം. ഞാൻ അടിച്ച് പൊട്ടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ ഗൈസ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. പൊട്ടിക്കുക. ഓക്കെ, ഞാനിവിടെ ഡിസ്ട്രോയ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കസാല തിരിച്ച് അവിടെ തന്നെ വെക്കണം. അത് നമ്മൾ കടപ്പയാണ് ഗൈസ്. പൂപ്പ് ഗൈസ്. പൂപ്പൊക്കെ ഇരിക്കുന്നവിടെ ആണ്. നമ്മൾ ഈ പിന്നേൻ്റെ അകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്ത് നമ്മളിതാ കുഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കുഴിക്കുമ്പോൾ ഇത്രയൊക്കെ പോവില്ലേ? നാളത്തെ സ്പൂൺ വെച്ചാൽ കുഴിച്ച് വെക്കണം. നമ്മൾ കുളിക്കുമ്പോൾ ഇത്ര ഒന്നും പോകത്തില്ല ഗൈസ്. ഇത് ഇത്ര റിയലിസ്റ്റിക് അല്ലാത്തോണ്ടായിരിക്കും. നമുക്കൊരു ഫ്രഞ്ച് കിട്ടി ഗൈസ്. ഫ്രഞ്ച് പിന്നെന്താ ഇവിടെ ഒരു സോപ്പ് കിട്ടി ഗൈസ്. കുളിക്കാലോ ഇനി. ശരി, ഇതിൻ്റെ അകത്ത് ഇതില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കഴിക്കാനുള്ള ഫുഡ് കിട്ടി. നമ്മൾ പക്ഷെ കഴിക്കില്ല. അതാണ് നമ്മളത് വിൽക്കാനുള്ള ഫുഡാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഷവറില്ല ഗൈസ്. അതുകൊണ്ട് കുളിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെന്താ ഇത് കൊണ്ട് കളയും. ആ സോപ്പാറ് കൊണ്ട് കളയും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കുഴിച്ച് പോവാണ്. നമ്മൾ എനർജി തീർന്നു. സന്തോഷം. ഇനി ഇത് കളക്ട് ചെയ്തിട്ട് ചാടുമല്ല, നമ്മൾ വള്ളി പിടിച്ച് കയറി. ഞാൻ അവിടെ ചാടാനുള്ള ബട്ടൺ വിചാരിച്ച് വള്ളി പിടിച്ച് കയറിയാണ്. അപ്പോൾ മനസ്സിലായി, ചാടുമല്ല, അവിടെ വള്ളി പിടിച്ചൊക്കെ വന്നു. ഇതിൻ്റെ പേര് ഞാനാണെങ്കിൽ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മൾ നമ്മുടെ സാധനം ഒളിപ്പിക്കണ്ടേ. അത് നമ്മൾ ബെഡിൻ്റെ താഴെയാണ് ഒളിപ്പിക്കുന്നത്. കളക്ട് ചെയ്തു. ഇനി നമ്മുടെ ഇതിലെടുത്തിട്ട് ഫ്രഷ് അടിച്ച് വീണ്ടും കളക്ട് ചെയ്തു. ഇതിനകത്തിട്ട് ഫ്രഷ് ഇതങ്ങോട്ട് പോയില്ലേ ഗൈസ്. ഇതാണ് തീറ്റത്തിൻ്റെ കഴിവേ. ഇനി നമ്മൾ നമ്മുടെ സ്വന്തം മച്ചാനെ വിളിക്കാൻ പോകണം ഗൈസ്. അറിയണ്ടേ? നടന്നു വരുന്നതാണ് ഗൈസ്. നടന്നു വരുന്നില്ല. നടന്നു വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മച്ചാൻ്റെ പേര് പോലീസ് എന്നാണ്. നമ്മളിപ്പോൾ പ്രിസണിലാണ് ഗൈസ്. അപ്പോൾ ആ പോലീസാണ് നമ്മുടെ മച്ചാൻ. അവനെ നമ്മൾ ഇത് കാണിച്ച് ഒലങ്കിച്ചു. അവന് 18 ടിഷ്യൂ എടുത്ത് ഗൈസ് പോക്കറ്റിൽ നിന്ന്. ഇല്ലാത്ത ഇത്രയും പോക്കറ്റിൽ ഇത്രയും ടിഷ്യൂ ഒക്കെ കൊണ്ടു നടക്കുന്ന കാര്യമേ. ടിഷ്യൂ അല്ല, ടോയ്ലറ്റ് പേപ്പർ, സോറി. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് നടന്നു വന്നു. അവന്മാരുടെ കയ്യിലൊക്കെ സാധനം ഇരുന്നിട്ടാണ് അവന്മാരൊന്നും എസ്കേപ്പ് ആവാത്തത്. നമ്മളെക്കൂട്ട് ബുദ്ധിയുള്ളവന്മാരെല്ലാം തോന്നുന്നു ഗൈസ് ഇത്. ബാക്കി ആകെ അതിന് മാത്രം 5 ടിഷ്യൂ ടോയ്ലറ്റ് പേപ്പർ കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തിനും 50 ഗൈസ്. അവന്മാരൊക്കെ അവിടെ നിന്ന് പുഷപ്പ് അടിച്ച് ചാടുന്നു. ഒരുത്തം പുഷപ്പ് മാത്രം ചെയ്യുന്നു. ഒരുത്തം പുഷപ്പ് അടിച്ചിട്ട് ചാടുന്നു. വീണ്ടും പുഷപ്പ് അടിക്കുന്നു, ചാടുന്നു. എന്താണ് വരാത്തത്? ഒരു ഗാർഡ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറ്റിക്കല ആളെ നിറച്ചു. വീണ്ടും നമ്മൾ കുഴിക്കാനായിട്ട് കാർപ്പറ്റ് പൊക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലാഗായി ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും കാർപ്പറ്റ് അങ്ങ് പൊക്കുവാണ്. നമ്മുടെ സാധനം കാർപ്പറ്റ് എന്താ വെക്കുന്നു. നമ്മുടെ ടൂൾ എടുക്കുന്നു. വീണ്ടും കുഴിക്കുന്നു. കുഴിക്കലാണ് ഗൈസ്. നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുഴിച്ച് അവിടെ ഒരു ആഡ് വന്നു. അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും കുഴിച്ച് അവിടെ ഇരിക്കുന്ന ആ സാധനം എടുത്ത് ഫ്രഞ്ച് കിട്ടി ഗൈസ്. ഈ ഫ്രഞ്ച് കൊണ്ടാണെങ്കിൽ ഇത് ഗ്രില്ലങ്ങ് പൊളിച്ച് പോയാൽ പോലെ ഗൈസ്. ഇവന് ബുദ്ധിയില്ല. ഇല്ലാത്തതായാലും അത് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ബുദ്ധിയില്ലാത്തതുകൊണ്ട്. അതുപോലെ എന്തായാലും നമ്മളിത് കുഴിച്ച്
പിടിച്ച്. അപ്പോൾ ഫണ്ട് കഫീറ്റ് അങ്ങനെ എന്തോ ഒരു സാധനം കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും കുഴിച്ച് അങ്ങോട്ട് താഴുന്നില്ലല്ലോ. കുറച്ചുകൂടെ പൊക്കി പറഞ്ഞോ താഴ്ത്തില്ല അങ്ങോട്ട്. നമ്മൾ എന്തായാലും ഇത് വെച്ച് വീണ്ടും കയറി ഇതങ്ങോട്ട് ആടാറ്റം കൊടുത്തു. നമ്മുടെ ഇത് റൈസ് എന്താ നമ്മുടെ എനർജി അങ്ങനെ തീർന്നു. പിന്നെ നമ്മൾ അത് വെച്ചു അവിടെ തന്നെ വെച്ചു. അവിടെ ഞാൻ നിർത്തി. അത് എടുത്തു മണ്ണെടുത്ത് കളയാൻ കഴിച്ചു. ഇല്ലെങ്കിൽ അവൻ വന്ന് കണ്ടുപിടിച്ചിട്ട് പോകും. ഇതെവിടെ നിന്നും ജീവിക്കത്തില്ല. അത് പിന്നെ പ്രശ്നമില്ല. ഞാൻ ഇത്ര ബുദ്ധിയില്ലാത്തവന്മാരൊക്കെ ഇല്ല. ഗാർഡനെ വീണ്ടും വിളിച്ചു. ഗാർഡൻ അതുകൊണ്ട് അവൻ പറന്നടിച്ചു വന്നു. അതിന് ഈ സാധനം നോയ്സ് കേട്ടു. നമുക്ക് സാധനങ്ങൾ സെല്ല് ചെയ്യാൻ കഴിച്ചു. അതിനെ പിടിച്ച് നിർത്തി. അയ്യോ അവനെ തിരിച്ചിട്ടു. അറിയാതെ ഞാൻ വിചാരിച്ച് ബാർഗെയിൻ ചെയ്യുന്നതായിരിക്കും ആ സമയം. പക്ഷെ തിരിച്ചു വിടുന്ന പൈസ അത്. പിന്നെ നമ്മളെന്താ ചെയ്യുക? അവനെ വീണ്ടും വിളിച്ച് നമ്മളാണെങ്കിൽ വീണ്ടും വിളിച്ചിട്ട് വീണ്ടും സെല്ല് ചെയ്യാനാന്ന് പറഞ്ഞു. സെല്ല് ചെയ്തിട്ട് അക്കിരി കൊടുത്തപ്പോൾ നമുക്ക് 30 കിട്ടി. 30 എണ്ണം പുതിയ. ഞാൻ വിചാരിച്ച പുതിയ ഇത് വാങ്ങാം. പുതിയ എന്തുവാ, പക്ഷെ ഇതിന് 5 രൂപയോ. അതുകൊണ്ട് നമുക്ക് പുതിയത് വാങ്ങാൻ ഒക്കത്തില്ല. പുതിയ ഇതിന് 30 രൂപയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത് വാങ്ങാൻ വിചാരിച്ചു. പക്ഷേ ഇത് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല ഗൈസ്. പൈസ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ കയ്യിലില്ല. എന്നൊക്കെ 50 അതാണ്ട് ലഞ്ചിപ്പോഴേക്ക്. അയ്യോ ഞാൻ കയറട്ടെ. നമ്മൾ ഓൾറെഡി തുറന്നു നടക്കുകയാണ് ഗൈസ്. എന്തോലും കുഴപ്പവും ഉണ്ടാകത്തില്ലായിരിക്കും അല്ലേ. ഇനി നമ്മൾ അവരെല്ലാവരും തുറന്നിട്ട് നമ്മളോട് ഇറങ്ങി പോകാനാ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവര് വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് വിചാരിച്ചു. മണി ഇവനാണെങ്കിൽ ഒടുക്ക പൈസക്കാരൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.